ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് നല്ല ബിസി ആയിട്ടുള്ള ദിവസം. ഇന്നലത്തെ വീഡിയോയ്ക്കും കമൻറ്റിന് റിപ്ലൈ കൊടുത്തില്ല, ഇന്നത്തെയും കൊടുത്തില്ല. പക്ഷേ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് നോക്കി കേട്ടോ. ഇന്നെനിക്ക് ഇന്നലെ പറഞ്ഞാൽ ഇന്നും മട്ടൻ അച്ചാറൊക്കെ ഇടണമായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ബിസി ആയിരുന്നു. അപ്പോൾ പല കമൻസ് അതി വന്ന് ഗീതേച്ചി പറയുമ്പോൾ വിജയേ മഞ്ജു വാര്യർ മട്ടൻ്റെ വില കേട്ട് ബോധം കെട്ട് വീണ കാര്യമൊക്കെ പറയാമായിരുന്നു. അതെന്തുമായിരുന്നെന്ന് എനിക്കും അറിയത്തില്ല. ഞാൻ ഗീതേച്ചിയുടെ കമൻറ്റ് കണ്ടിട്ടൊക്കെ വായിച്ചിട്ടങ്ങ് ഇരുന്ന് ചിരിക്കുക. ശരിയാ, മട്ടൻ ബോൺലെസ് മട്ടണ് 1200 രൂപയാണ് കിലോ. അല്ലാത്ത നോർമൽ മട്ടന് 800 രൂപ. അങ്ങനെ അതൊക്കെ ഇട്ടു. അവർക്ക് അർജൻറ്റ് അത്യാവശ്യമായിരുന്നു, അതുകൊണ്ട് കിട്ടിയൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങ് ഇടാമെന്ന് പറഞ്ഞതാണ്. പിന്നെ രാവിലെ തൊട്ട് അതിൻ്റെ പുറകെയൊക്കെ പോക്കായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ബിസിയായിരുന്നു. ഞാൻ ആരുടെയും വീഡിയോകളും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലത്തെ എൻ്റെ പുട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച്, പുട്ട് കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ പഴയ ആ ടേസ്റ്റ് ഇല്ല. അപ്പം ഞാൻ ബെൻസിൽ തുടങ്ങി ഈ പഴയ പൊടി അല്ലടി ഇപ്പം കിട്ടുന്നതെന്ന് എന്നോട് പറയാമായിരുന്നു. അപ്പം വേറൊരു കമൻറ്റ് പറയുന്നത് ചോളം ഇഷ്ടമല്ലെന്ന്. അതുപോലെ എന്താ പലരും ഇവിടെ ഞങ്ങൾ മട്ടൻ അങ്ങനെ കഴിക്കാറില്ല. ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ 1-2 പ്രാവശ്യം വെച്ചു, പക്ഷേ എനിക്കും അത്ര കൂടെ താല്പര്യമില്ല. ഇവിടെ ആർക്കും ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ റയിച്ചാനൊക്കെ പിന്നെ അങ്ങനെ എന്താ പറയുന്നത്, ഒട്ടും കഴിക്കത്തില്ലെന്നല്ല, അങ്ങ് കഴിക്കും. പിന്നെ പോളിലൊന്നും വേണ്ട, അതുകൊണ്ട് ഞാനങ്ങനെ മട്ടൻ വാങ്ങിക്കാറേ ഇല്ല. അപ്പോൾ റോസ്വില്ല പറയാമായിരുന്നു മട്ടൻ റോസും കഴിക്കത്തില്ല, പിന്നെ ബീഫ് കഴിക്കുന്നു. ഇവിടെ ബീഫ് എനിക്കും കഴിച്ചാലും ഇഷ്ടമാണ്, ഡാഡിക്കും കുഴപ്പമില്ല. ഈ പിള്ളേർക്ക് ബീഫിനോട് അത്ര താല്പര്യമില്ല, പിള്ളേർക്ക് ചിക്കനാണ് ഇഷ്ടം. അങ്ങനെ ഓരോരുത്തരും ഓരോ തരക്കാരാണ്. അതുപോലെ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്ന്, വിജയേ പറഞ്ഞത് ശരിയായിരിക്കാന്നല്ല, ശരിയായിരിക്കും. ഞാൻ പറയുന്നില്ല, നമ്മളിൽ പെട്ടെന്നില്ല പൊഹാന്നൊക്കെ പറയുമ്പം പോഹാന്നാ ബിജി, പൊഹയെന്നല്ല പോഹാന്ന. അതുപോലെ റജ്മാന്നല്ല രാജ്മാന്ന എന്നൊക്കെ പറഞ്ഞു ബിജി. കുറേ മലയാളീസ് കാണുന്നതല്ലേ ബിജി, അത് ശരിയാക്കി പറയാൻ നോക്കാം. ഇല്ല, പെട്ടെന്ന് നമ്മൾ പറയാം പൊഹ രാജ്മാ എന്നൊക്കെ അങ്ങ് പറയും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, അത് തന്നെ കാര്യം. ഞാൻ കഴിവതും ഇല്ല പെട്ടെന്ന് പറയുന്നുണ്ട് പോഹ രാജ്മാ എന്നൊക്കെ പറയാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ കഴിവതും ശ്രമിക്കാം. പക്ഷേ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മനസ്സിലാവുന്നുണ്ട് എന്തോ പറഞ്ഞതെന്നുള്ളത്. പിന്നെ എന്തുവാ, പിന്നെ ഒന്നുമില്ല. ഇന്നും ഒരു കുഞ്ഞു വീഡിയോയാ. ഇവിടെ ഇതുവരെ മഴ തുടങ്ങിയില്ല. ഇന്ന് ഞങ്ങൾ പോയിട്ട് വന്നോണ്ടേ പ്രൈസമ്മ ഒരു കുടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. ഇപ്പോഴത്തെ കുട പുതിയ ഓരോ പ്രൈസമ്മോനെ ഇങ്ങോട്ട് വന്നേ. എന്തൊക്കെ ഓരോ മോനെ കുട ഇങ്ങോട്ട് വന്നേ, കാണിക്കാനാ. അത് കബോർഡിൻ്റെ അകത്ത് അത് മൊബൈലോട് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. അമ്മയ്ക്ക് ഇത് പിടിച്ച് ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു, അത് തോറ്റുപോയി, അതിൻ്റെ ദേഷ്യമാണ്. അതാണ്ട് ഇങ്ങനെ സ്റ്റാൻഡായിരുന്നല്ലേ പിടിച്ചോണ്ടിരുന്നേ, അതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റാ. ഞാൻ അപ്പം ഞാൻ പിന്നെ സ്റ്റാൻഡ് എടുത്ത് വെച്ച് അതാണ്ട്. ഇതിനി നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആരും ചാടി വന്നു അയ്യേ ഇത് നേരത്തെ ഉള്ളയാ ഇപ്പോഴാണോ വിജി കാണിക്കുന്നതെന്ന് ആരും ചിന്തിക്കില്ല. നേരത്തെ ഉള്ളവരാണെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇത്തിരി ലൂസായെന്ന് തോന്നും, അതുകൊണ്ട് ഇങ്ങനെ മൂട്ട് ഇരിക്കും. ഇപ്പം മഴ നനഞ്ഞ ഇതാണെങ്കിൽ നമ്മളിങ്ങനെ കുട പിടിക്കുമ്പോൾ ദേഹമൊക്കെ നനയത്തില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് അത് ഇങ്ങനെ താപ്പോട്ട് ഇങ്ങനെ ആക്കിയ ഇങ്ങനെ പിടിക്കാം. അപ്പം വെള്ളം ഒത്തിരി വീഴത്തില്ല. കൊള്ളാം, ഓരോരുത്തരുടെ ഓരോ ബുദ്ധിയെ. അപ്പം ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോഴേ പിന്നെ ഞങ്ങളിന്ന് ഞാൻ പറഞ്ഞ മട്ടൺ വാങ്ങിക്കാൻ പോയാണ്. ഞങ്ങൾ 11:30 പോയ ഞങ്ങൾ വന്നത് 1:30 കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ അനു വന്ന്. കാരണം ഞങ്ങൾ ചിന്തിച്ച്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളങ്ങനെ മട്ടൺ വാങ്ങിച്ചിട്ടില്ലെന്ന്. ഈ ബീഫുകാർ നമ്മുടെ അടുത്ത് പറയും ബീഫ് വാങ്ങിക്കാൻ ചെല്ലാൻ ഒരു 11-12 മണിയൊക്കെ. ആ സമയം അനുസരിച്ച് ഞങ്ങൾ 11:30 ചെന്നപ്പോഴത്തേന് മട്ടനൊക്കെ തീർന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും വൈകിട്ട് അടുത്ത
മാല് വരുമെന്ന്. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേറെ സ്ഥലത്ത് പോയി. അന്നേരം അവിടുന്ന് പിന്നെ 3, 5, 6 കടകൾ കയറി. 6ാമത്തെ കടയിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടേ ഞാനിങ്ങനെ റേച്ചാൻ അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ നാൻകട്ട എന്ന് പറയുന്ന ഒരു സൈസ് ബിസ്ക്കറ്റ് ഉണ്ട്, അത് വാങ്ങിക്കാനായിട്ട് കയറിപ്പോയി. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കവേ ഒരു കൊച്ച് പ്രൈസമ്മോനേക്കായി കുറച്ചുകൂടെ 1-2 വയസ്സിന് മൂത്തയായിരിക്കും. ഈ നേഴ്സറി പിള്ളേരുടെ ഈ ഇത് കളറിങ് ഒക്കെ ചെയ്യുന്ന ബുക്ക് വിൽക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഇടത്ത് കൊണ്ടുവന്നാണ്. ഞാൻ പറഞ്ഞു ഇവ വേണ്ട മോനെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് ആൻറ്റി എന്തെങ്കിലും കഴിക്കാൻ താന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ചെന്നാൽ പൈസ കൊടുക്കാം, 10 രൂപ കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ പിന്നെ ചിന്തിച്ചു കഴിക്കാനല്ലേ ചോദിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവിടെ അടുത്ത് ഒരു ഫ്രൂട്ട് കട മാത്രമേ ഉള്ളൂ, ഫ്രൂട്ട്സ് കട. ബാക്കിയൊന്നും ആ സമയമൊക്കെ ആയപ്പോഴത്തേന് കടകൾ 1 മണിയൊക്കെ ആയപ്പോഴത്തേനും അടച്ച. അല്ലെങ്കിലും ആ ഏരിയയിൽ ഒന്നുമില്ല, ഈ ഒരു ബേക്കറി കട മാത്രമേ ഉള്ളൂ. അപ്പോൾ റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നേ, അവരും അടയ്ക്കാൻ തുടങ്ങുമായിരുന്നു. വാങ്ങിച്ചുകൊണ്ട് വന്നേ ആ ബിസ്ക്കറ്റിൽ നിന്ന് ഞാനൊരു 2-3 ബിസ്ക്കറ്റ് അതിന് കഴിക്കാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ റീച്ചാണ് തുറഞ്ഞ് റീച്ച അതാണ്ട് അതിന് വിശക്കുന്നത്. അപ്പോൾ റീച്ച അന്നേരം അതിനെ ഒരു പഴക്കടയായിരുന്നു, പഴക്കടയുടെ അവിടെ ചെന്നോണ്ട് അങ്ങനെ അടുത്ത് പറഞ്ഞ് 2-3 പഴം കൂടെ വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ പറഞ്ഞു നീ കഴിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ആ കൊച്ചങ്ങനെ ചോദിച്ചിട്ട് പ്രൈസമ്മോനെ ഓർമ്മ വന്നേ. ഞാൻ പറഞ്ഞു നീ കഴിക്കുന്നു. പക്ഷെ അവനത് കഴിച്ചില്ല. അതിങ്ങനെ ആ പുസ്തകത്തിൻ്റെ അവിടെ ഇങ്ങനെ വെച്ചിട്ട് അവനങ്ങ് തരാം. അപ്പോൾ ഞാൻ ഈ കുട വാങ്ങിക്കാൻ നിന്നെടുത്ത് അവർ പറഞ്ഞു അയ്യോ ആൻറ്റി ഇതെന്നും ഇങ്ങനെ നടക്കുന്ന കൊച്ചാ, അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ഞാൻ പറഞ്ഞു കഴിക്കാനില്ലേ ചോദിച്ചേ. ഈ കുട വിൽക്കുന്നതോടെ തന്നെ ആ ബേക്കറി. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് റേച്ച എൻ്റെ തന്നിട്ടാണ് വണ്ടി എടുക്കാനായിട്ട് അങ്ങോട്ട് പോയത്. അപ്പം അവർ കണ്ട് ഞാൻ ഈ കവർ ഇങ്ങനെ പൊട്ടിക്കുന്നത് എന്തിനാ ഞാൻ പറഞ്ഞ് കുഞ്ഞിന് കൊടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ എപ്പോഴും ഇതിലേ നടക്കുന്നവനാ സാരമുള്ളതെന്ന്. പക്ഷേ വിശക്കെന്ന് പറഞ്ഞേ അതിൽ നിന്ന് ഞാൻ 2-3 എടുത്ത് കൊടുത്തിട്ട് റേച്ചാനെടുത്ത് പറഞ്ഞിട്ട് 2-3 പഴവും വാങ്ങിച്ചു കൊടുത്തു. അത് കഴിച്ചില്ല. ചുമ്മാ അത് ചിലപ്പം പറഞ്ഞായിരിക്കാം വല്ലതും താന്ന്. നമ്മൾ പിന്നെ നമ്മുടെ മനസ്സോർത്ത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നത്. ഓക്കെ, ഇപ്പം ആരെങ്കിലും പറയും ഓ പൊങ്ങച്ചൻ കൊണ്ട് വന്നേ. ഞാൻ പൊങ്കച്ചൻ പറയുന്നെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും അവരെൻ്റെ വീഡിയോ കാണാൻ വരുന്നത്. അവർ 2-3 പ്രാവശ്യം ഇപ്പോൾ പൊങ്ങച്ചൻ നാക്കെടുത്ത പൊങ്ങച്ചമ്മേ പറയത്തുള്ളൂ എന്ന് പറയും. ഞാൻ പൊങ്ങച്ചൻ പറയുന്നതെന്ന് അവർക്കറിയാമെങ്കിൽ പിന്നെ വീണ്ടും അവരെന്തിനാ എൻ്റെ വീഡിയോ കാണാൻ വരുന്നത്. അവരങ്ങ് നിർത്തിയിട്ട് പോകണം. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി പേരുണ്ട്, എനിക്കത് മതി. ഇപ്പം 10 പേര് കണ്ടാലും അവർ നല്ല അഭിപ്രായം പറയുന്നവരുണ്ട്, അതൊരു സമാധാനം. ഓക്കെ, ഇനി ആരൊക്കെ എന്തൊക്കെ പറയും. കുറച്ച് നേരത്തെ ഒരു 2 മിനിറ്റത്തെ ബുടുപുടയുള്ളായിരുന്നു. കുടയും കൊണ്ടുവന്ന് നിൽക്കുക. പതുക്കെ തുറക്കണം. വിസിലുണ്ടായിരുന്നോ? ഓക്കെ, ഇനി അമ്മ ഇതാണ്ട് ഇപ്പോൾ സമയം ഒത്തിരി, അമ്മ എഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ രാവിലെ എന്നത്തെയും പോലെ നേരത്തെ കഴുകിയ പാത്രങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് വെക്കുക. അപ്പോൾ അവൻ്റെ കുറച്ച് നേരത്തേക്കിനുള്ള ഭയങ്കര ഇതായിരിക്കും, കരച്ചിലൂതുമായിരിക്കും. പിന്നെ പെട്ടെന്ന് കരച്ചിട്ട് ഒന്ന് എന്തേ കൊട എവിടെ നിന്ന് വാങ്ങിച്ചാ അങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട നീ വന്നില്ലല്ലോ ഞാൻ വിളിച്ചിട്ട്, ഇപ്പം ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ നല്ല അമ്മയില്ല ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തോ അന്നേരം കൊടുത്തു. അതെൻ്റെ ചാർജറല്ലേ? ഓക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ കൂട്ടാനൊക്കെ വെക്കണം. രാവിലത്തെയൊക്കെ കഴിഞ്ഞു. എല്ലാവരും കളിച്ച് മറിഞ്ഞ് വരുമ്പോഴത്തേന് നമ്മളിവിടെ ഉണ്ടാക്കി വെക്കണം ജ്യൂസ്. ഞാൻ വെളിയിൽ നിന്ന് വരുമ്പോൾ ആരെങ്കിലും എനിക്കിങ്ങനെ തരുമോ? ആ ഡ്രസ്സ് ഊരിയിട്, മൊത്തം പസീനയല്ലേ. പക്രു പോയി ഹിന്ദി പഠി, ഹിന്ദി റീഡ് ചെയ്യാം. ആ ബനിയനങ്ങ് ഊരിയിട്, ഇട്ടില്ലേലും കുഴപ്പമില്ല. വീട്ടിൽ തല പോയി തോർത്ത് പ്രൈസൻ.
ആരും കണ്ടില്ല. എന്താണ് ഈ കൊച്ചിനെ ഒന്ന് കളിപ്പിക്കാൻ ഞാൻ? അപ്പൊ നീ റൗണ്ട് എടുത്ത് അവനുമായിട്ട് കളിക്കണമായിരുന്നു. നിങ്ങൾ വലിയൊരു മാത്രമേ കളിക്കാക്കത്തുള്ളൂ. പോടാ. യുവമാരെന്നോട് താഴെ ഞാൻ പറയുമായിരുന്നു കൊച്ചിനെ എന്താന്ന് ടേബിൾ ടെന്നീസ് കളിപ്പിക്കാൻ. ഞാൻ അവന്മാർ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു നീയും കൊച്ചുകൂടെ കളിക്കാൻ എന്താന്ന്. എന്താന്നാലും അറിഞ്ഞിട്ട് വന്ന് ഇതൊക്കെ വെയിലും ഇല്ലെന്നുള്ളയോ. എന്നിട്ട് ഇവരിത്തിരി നേരത്തെ വന്നു. ബാക്കി അപ്പോൾ അവിടെ നിന്ന് കളിക്കുന്നേ ഉള്ളൂ. സൗണ്ട് എനിക്ക് കേൾക്കാമല്ലേ, ക്രിക്കറ്റ് കളിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തോരനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. വിയർപ്പ് ശരീരത്തോട് ഓടി നടക്കുന്നു, ഒഴുകി നടക്കുന്നു. ഞാനിവിടെ ഉള്ളി അരിയുമ്പോൾ അവിടെ ഓരോരുത്തർക്ക് കണ്ണിൽ എരിവ്. കാ തോരൻ വെക്കാനാ. കാ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടു. സാമ്പാർ ഇരിപ്പുണ്ട്, രജമക്കറി ഇരിപ്പുണ്ട്, പിന്നെ ഉണക്ക മീനും വെക്കും. ഇപ്പോഴും ഞാൻ റജിമയെന്നാണ് പറഞ്ഞത്. രാജമക്കറിയുണ്ട് കേട്ടോ. രാജമക്കറിയും സാമ്പാർ ഇരിപ്പുണ്ട്, ഉണക്കമീനും വറക്കാം, കാത്തോരനും. അപ്പം ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒരു ഉണക്കമീൻ വറുത്തതുകൂടെ ഉണ്ടെങ്കിൽ പൊതിച്ചോറ് നല്ലതാണ്. അപ്പോൾ രഞ്ജിനി ഇന്നലെ ഒരു കമൻ്റ് ഇട്ടായിരുന്നു, രഞ്ജിയുടെ മോക്ക് ഇതുപോലെ പൊതിച്ചോറുണ്ടണമെന്ന് പറഞ്ഞുകൊണ്ടേ മലയാളിക്കടയിൽ പോയി വാഴയില കൊണ്ടുവന്നിട്ട് ഇതുപോലെ മുട്ടയും ഉരുളൻകിഴങ്ങും മാങ്ങ ഇട്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാനത് ഓർക്കുന്നില്ല കേട്ടോ. ചമ്മന്തിയും പിന്നെ മീനും വറുത്ത് ഇങ്ങനെ പൊതി കെട്ടി 1-2 മണിക്കൂർ വെച്ചിട്ട് കഴിച്ചത്. അത് വായിച്ചപ്പോഴേ എൻ്റെ വായിൽ നിന്ന് ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ, എന്താ നിങ്ങൾക്ക് പിന്നെ കൊതി ഇല്ലാത്തത്? ഇതൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ. എനിക്ക് ഈ ചൈനീസ് നൂഡിൽസ് അതിനോടൊന്നും അത്ര താല്പര്യമില്ല. ഇത്തിരി പൊറോട്ടയും ഒരു ബീഫും അതുപോലെ ഇത്തിരി കപ്പയും മീനും അങ്ങനെയൊക്കെ ചക്കയും ചമ്മന്തിയും അതൊക്കെ ആണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നേ. രാവിലെ ഇച്ചിരി പഴങ്കഞ്ഞിയും കാന്താരി ഉടച്ചതും. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് താഴേന്ന് കുറച്ചുകൂടെ പഴുത്ത കാന്താരി കിട്ടി. ഇവിടെ ആർക്കും അതിന് അറിയത്തില്ലെന്ന് തോന്നി. ആ പഴുത്തതും കൊണ്ട് ഞാൻ ചോറുണ്ടാകുന്ന നേരം 2 എണ്ണം കടിക്കും. കാന്താരിയല്ലേ ഇതെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലത്തെ കൂട്ട് അത്ര അങ്ങ് വലിയ കാന്താരിയല്ല. ഒന്നും വളമൊന്നും അങ്ങനെ ആരും ഇടുന്നില്ലല്ലേ. കുരുടിച്ച കാന്താരിയാണ്, കുഞ്ഞു മുരടിച്ച കാന്താരിയാണ്. ചുമന്ന് നിൽക്കുന്നതാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, പഴുത്തതായിരുന്നു കൂടുതലും. അപ്പം നമ്മുടെ കാത്തോരൻ ഇച്ചിരി കാത്തോരനാകുമ്പോൾ ഒരു സ്വല്പം വെള്ളം ഞാൻ ഒഴിക്കുവേ. അതൊന്ന് ഏത്തക്കയല്ലേ. പൊന്തങ്കായാണെങ്കിൽ വേണ്ട കേട്ടോ. ഒന്ന് ആവി ഏറിയ ഉടനെ പൊന്തങ്ക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരിടയ്ക്ക് ശരി പൊന്തങ്ക വാങ്ങിക്കുമായിരുന്നു. ഞാൻ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കും. പക്ഷേ റേച്ചാൻ പോവുകയാണെങ്കിൽ ഇതൊന്നും അങ്ങനെ നോക്കിയൊന്നും വാങ്ങിച്ചുകൊണ്ട് വരത്തില്ല. അപ്പോൾ കായ അവിടെ അടപ്പത്ത് വെച്ചിട്ട് ഞാൻ ഉണക്കമീൻ ഞാനും ഡാഡി മാത്രമേ കഴിക്കാറുള്ളൂ. ഇത്തിരി കുരുമുളകും മഞ്ഞപ്പൊടിയും ഉപ്പൊന്നും ചേർക്കത്തില്ല കേട്ടോ. ഓൾറെഡി മീൻ ഉപ്പല്ലേ, അതുകൊണ്ട് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർത്ത് നമ്മുടെ കാത്തോരനും ഇവിടെ റെഡിയായി. ഡാഡിക്ക് ഉണക്കമീൻ കൊടുക്കുമ്പോഴേ ആ ഉണക്കമീൻ്റെ മുള്ള് സെപ്പറേറ്റ് ഡാഡി മാറ്റിയെടുത്ത് വെക്കും. കാരണം ആ മാംസം മാത്രമേ എടുത്ത് തിന്നത്തുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഉണക്കമീൻ്റെ മുള്ളൂടെ ഞാൻ അല്ലേലും പച്ചമീൻ നമ്മുടെ മത്തി വറുത്താലും ഞാൻ മുള്ളൂടെ തിന്നും, കുഴപ്പമില്ല. ഡാഡിയാണെങ്കിൽ എടുത്തു മാറ്റി വെക്കും. അപ്പോൾ ഉച്ചക്കിനി ഊണ് വിളമ്പട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ അല്ല അതിന് മുമ്പിട്ട് എന്നോട് ഒരു കമൻറ്റ് വന്ന്, ഈ റൈസിൻ്റെ പേരെന്താന്ന്. സത്യം പറഞ്ഞാൽ റൈസിൻ്റെ പേര് എനിക്കും അറിയത്തില്ല. നമ്മൾ കടയിൽ വിളിച്ച് പറയുമ്പം വലിയ ബോയിൽ റൈസ് തരാൻ പറയും, ചെറുമണിയനല്ല വലുത്, അങ്ങനെ അല്ല. പേര് ഞാൻ ഇതുവരെയും ചോദിച്ചിട്ടുമില്ല. അപ്പോൾ അവരൊക്കെ ചപ്പാത്തി കഴിച്ചു. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഉണക്കമീനൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി ചോറ് ഉച്ചയ്ക്ക് കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒരാൾക്കും വേണ്ടിയുള്ള സാമ്പാറേ ഞാനെടുത്ത് ചൂടാക്കിയുള്ളൂ. ഇച്ചിരി ഓവൻ്റെ അകത്ത് വെച്ചെന്ന്
ചൂടാക്കിയതാണ്. അപ്പോൾ സാമ്പാർ ഞാൻ പറയാം, സാമ്പാർ രാജ്മ ഞാൻ എടുത്തില്ല, സാമ്പാറും കാത്തോരനും ഉണക്കമീനും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.